നമ്മൾ നേരെ ഇനി പത്തനംതിട്ടയിലേക്കൊന്ന് പോകാം. അവിടെയുമുണ്ട് ഒരു കാഴ്ച. പഴയ പത്തനംതിട്ട നഗരസഭാ കെട്ടിടവും കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലാണ്. 45 വർഷം പഴക്കമുള്ളതാണ് കെട്ടിടം. താഴത്തെ നിലയിൽ കടമുറികൾ പ്രവർത്തിക്കുന്നു. കാലപ്പഴക്കത്താൽ മുകൾ നിലയിൽ നിന്നെല്ലാം ഓഫീസുകൾ മാറ്റിയിരുന്നു. കെട്ടിടത്തിന്റെ ബലക്ഷയം പരിശോധിക്കാൻ പുതിയ നഗരസഭാ ഭരണസമിതി തീരുമാനിച്ചേക്കും. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ, ഈ പുതിയ നഗരസഭാ ഭരണസമിതി പെട്ടെന്ന് തന്നെ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്തായാലും ഈ കാലപ്പഴക്കത്താൽ മുകളിലെ നിലയിലുള്ള ഓഫീസുകളെല്ലാം മാറ്റിയല്ലോ അല്ലേ? ഇപ്പോൾ നിലവിൽ അവിടെ എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നുണ്ടോ? റോഷ്നി, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിലാണ്. എൻ്റെ പുറകിൽ കാണാം വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു ഇടം, ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലം. അതിനോട് ചേർന്ന് ഇഞ്ചോട് മാത്രം വ്യത്യാസത്തിലാണ് പഴയ പത്തനംതിട്ട നഗരസഭാ കാര്യാലയത്തിൻ്റെ ആ ഒരു കെട്ടിടം ഉള്ളത്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും എത്രമാത്രം ആൾത്തിരക്കുള്ള ഒരു ഇടമാണ്. 40 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടം. ഇതിൻ്റെ മുകൾ നിലയിലൊക്കെ ഓഫീസുകളൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഇതിന് ബലക്ഷയമുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനാൽ മുകൾ നിലയിലുള്ള ഓഫീസുകളെല്ലാം മാറ്റി. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം താഴെ കുറേയധികം വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ നല്ല തിരക്കുള്ള വ്യാപാര സ്ഥാപനങ്ങൾ കൂടിയാണ്. ധാരാളം ആളുകളൊക്കെ എപ്പോഴും വരുന്ന ഒരിടം കൂടിയാണ്. രാവിലെ ആണെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർ ജോലി അന്വേഷിച്ച് കൂട്ടമായി നിൽക്കുന്ന ഒരിടം കൂടിയാണ്. നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിന് തൊട്ട് മുകളിലുള്ള ആ ഒരു ഭാഗം കാണാം. കമ്പികൾ മുഴുവൻ തെളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ ചുറ്റിലും ഇത് തന്നെയാണ് അവസ്ഥ. നമുക്ക് മുകളിലേക്ക് കയറാൻ നിർവാഹമില്ല, കാരണം ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് താഴെ നിന്നുള്ള ദൃശ്യങ്ങൾ മാത്രമേ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു തീവ്രത നമുക്ക് വ്യക്തമാണ്. എത്രമാത്രം അപകടാവസ്ഥയിലാണ് ഈ ഒരു കെട്ടിടം നിൽക്കുന്നത് എന്നുള്ളത്. ഒരുപക്ഷേ ഈ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആൾത്തിരക്കുള്ള ഒരിടം സെൻട്രൽ ജംഗ്ഷൻ പത്തനംതിട്ട നഗരത്തിൻ്റെ ഹൃദയ കേന്ദ്രം എന്നുള്ളതാണ്. ഇപ്പോൾ കൗൺസിലർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ബിബിൻ കൂടി ചേരുന്നുണ്ട്. ബിബിൻ, ഇപ്പോൾ നഗരസഭ എന്താണ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്? വളരെയധികം അപകടാവസ്ഥയിലാണ് ഇത്. പത്തനംതിട്ട നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ബിൽഡിംഗ് ഇപ്പം വളരെയേറെ അപകടമായൊരു സ്ഥിതിയിലാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട നഗരസഭയുടെ മുൻ ഓഫീസ് കൂടിയായിരുന്ന, കാര്യാലയം കൂടിയായിരുന്ന ഈ ബിൽഡിംഗ് ഇന്ന് ഇപ്പോൾ കോൺക്രീറ്റ് പാളികളടക്കം ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഒന്നിൽ പൊളിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ മറ്റുള്ള യാത്രക്കാർക്ക് ദ്രോഹം വരാത്ത രീതിയിൽ ഇത് മുൻപോട്ട് ഇത് നിലനിർത്തേണ്ട ഒരു ആവശ്യം ഉണ്ട്. ഏതായാലും കൗൺസിലർ അക്കാര്യത്തിൽ നഗരസഭ കൗൺസിൽ യോഗത്തിൽ തന്നെ അങ്ങനെ ഒരു കാര്യം പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അടുത്തിടെ ഒരു സ്ത്രീ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഒരു പാളി ഇടിഞ്ഞു വീണ് ഒരു അപകടം സംഭവിച്ചിരുന്നു. അതിനെ തുടർന്ന് അവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇത് കോടതി സമുച്ചയത്തിലേക്കുള്ള വഴി കൂടിയാണ്. ഇതുവഴിയൊക്കെ ധാരാളം ആളുകൾ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആളുകൾക്കും ഇക്കാര്യത്തിൽ ഒരു ആശങ്കയുള്ളത്. ഇപ്പോൾ ഒരു വ്യാപാരി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവർ പറയും, എന്താണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ 40 വർഷമായിട്ട് ഈ ബിൽഡിങ്ങിൽ കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. ഈ ബിൽഡിങ്ങിന് ആകെപ്പാട് 45 വർഷത്തെ പഴക്കമേ ഉള്ളൂ. സർക്കാർ നിയമം അനുസരിച്ച് തന്നെ എംസാൻഡ് ഇപ്പോഴത്തെ പാറപ്പൊടിയൊക്കെ ഇട്ട് കേൾക്കുന്ന ബിൽഡിങ്ങിന് 60 വർഷത്തെ വാലിഡിറ്റി ഉണ്ടെന്നാണ് ഞാൻ എൻ്റെ കേട്ടറിവ്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ഞാൻ നിയമം നോക്കിയതല്ല. പിന്നെ ഇതിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇത് കാലാകാലങ്ങളിൽ മെയിൻറ്റെയിൻ ഇതുപോലെ പലയിടങ്ങളിൽ നിന്നും നമ്മൾ പല കാഴ്ചകളും കാണുന്നു. 45 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം, അതിന്റെ ശോചനീയാവസ്ഥ വ്യക്തമാകുന്നു. താഴത്തെ നിലയിൽ കടമുറികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ആശങ്ക കൂട്ടുകയാണ്.